കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കണ്ടു. അതിൻ്റെ എല്ലാ നോട്ട്സും ഒക്കെ നിങ്ങൾ എഴുതി പ്രോബ്ലംസൊക്കെ ചെയ്തു റെഡിയായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. അത് ഇൻവേഴ്സിനെ കുറിച്ച് തന്നെയാണ്. ഇൻവേഴ്സിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു. സ്ക്വയർ മെട്രിക്സിന് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ അതേ ഓർഡറിലുള്ള ഇൻവേഴ്സാണ് ഉണ്ടാകുന്നത്. അതായത് എ എന്ന സ്ക്വയർ മെട്രിക്സിൻ്റെ ഓർഡർ എം ആണെങ്കിൽ അതിന് ഇൻവേഴ്സ് ഉണ്ടാവണമെങ്കിൽ അത് ബി എന്ന സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. അതിൻ്റെ ഓർഡറും എം ആയിരിക്കും. കൂടാതെ എ ബി ഈസ് ഈക്വൽ ടു ബി എ ഈസ് ഈക്വൽ ടു ഐ എന്ന ഇക്വേഷൻ കിട്ടുകയും വേണം. അവിടെ ബി എന്നുള്ളത് എയുടെ ഇൻവേഴ്സാണ്, തിരിച്ച് എ എന്നുള്ളത് ബിയുടെ ഇൻവേഴ്സുമാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ശരിക്കും ഇൻവേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ 3 തരത്തിലുള്ള അല്ലെങ്കിൽ 3 രീതികൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിലൊന്നാമത്തെ രീതിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അത് ഇൻവേഴ്സ് ത്രൂ എലമെൻ്ററി ഓപ്പറേഷൻസ്. അപ്പോൾ നമ്മൾ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് അത് എലമെൻ്ററി ഓപ്പറേഷൻസിലൂടെ ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാവുന്നതാണ്. എലമെൻ്ററി ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ 2 തരം ഓപ്പറേഷൻ ഉണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എലമെൻ്ററി റോ ഓപ്പറേഷൻസും ഉണ്ട്, എലമെൻ്ററി കോളം ഓപ്പറേഷൻസും ഉണ്ട്. ഈ 2 ഓപ്പറേഷനിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് ഒരേ സമയം ചെയ്യുന്നത്. റോ ഓപ്പറേഷനിൽ കൂടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ കോളം ഓപ്പറേഷനിൽ കൂടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നു. അതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. അതായത് ഒരു സ്ക്വയർ മെട്രിക്സ് എ തന്നിട്ടുണ്ട്, അതിൻ്റെ ഇൻവേഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് എലമെൻ്ററി റോ ഓപ്പറേഷനിൽ കൂടെ എങ്ങനെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം എന്നൊന്ന് ശ്രദ്ധിക്കുക. ഒരു സ്ക്വയർ മെട്രിക്സ്, ഏതൊരു സ്ക്വയർ മെട്രിക്സിനെയും അല്ലെങ്കിൽ എ എന്നുള്ള സ്ക്വയർ മെട്രിക്സിനെ നമുക്ക് ഐ ഇൻറ്റു എ എന്ന് എഴുതാം. കാരണം ഏതൊരു സ്ക്വയർ മെട്രിക്സിനെ അതേ ഓർഡറിലുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് കൊണ്ട് ഗുണിച്ചാൽ ആ സ്ക്വയർ മെട്രിക്സ് കിട്ടും. നമ്മുടെ ലക്ഷ്യം എ എന്ന സ്ക്വയർ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ എലമെൻ്ററി റോ ഓപ്പറേഷനാണ് സ്വീകരിക്കുന്നതെങ്കിൽ എ ഈസ് ഈക്വൽ ടു ഐ എ എന്ന് എഴുതണം. അതിനുശേഷം എ സീക്വൻസ് ഓഫ് റോ ഓപ്പറേഷൻസ് നമ്മൾ ഈ ആദ്യം എഴുതിയ എയിലും ഐയിലും നടത്തണം. സീക്വൻസ് ഓഫ് റോ ഓപ്പറേഷൻസ്. അപ്പം എയിൽ എന്ത് റോ ഓപ്പറേഷൻ നടത്തുന്നോ അത് തന്നെ ഐയിലും നടത്തണം. ഈ എയിൽ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ എ അതുപോലെ തന്നെ എഴുതണം. ഈ എ എന്താണ് തന്നിരിക്കുന്നത്? ഉദാഹരണത്തിന് ഇപ്പോൾ എ എന്നുള്ളത് 1 4 3 2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഈ എ ഈസ് ഈക്വൽ ടു ഐ എയിൽ നമ്മൾ ഈ എയുടെ സ്ഥാനത്ത് 1 4 3 2 എന്നെഴുതണം. ഇനി ഐയുടെ സ്ഥാനത്ത് നമുക്കറിയാം ഐ എന്ന് പറയുന്നത് എയുടെ ഓർഡറിലുള്ള ഐ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഏതാണത്? 1 0 0 1 ഇൻറ്റു എ എന്ന രീതിയിൽ നമുക്ക് ഇതിനെ മാറ്റാൻ സാധിക്കും. ഒരു ഉദാഹരണമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എ എന്ന മെട്രിക്സ് ഇതാണെങ്കിൽ അതിനെ ഈ പാറ്റേൺ എഴുതുമ്പോൾ ഈ എയ്ക്ക് പകരം യഥാർത്ഥ എ, ഐക്ക് പകരം എയുടെ ഓർഡറിലുള്ള ഐ, ഈ എ വെറും എ എന്ന് തന്നെ എഴുതണം. അവിടെ കൊണ്ട് ഈ എ എഴുതരുത്. ഇനി നമ്മൾ ഇവിടെ ഒരു സീക്വൻസ് ഓഫ് റോ ഓപ്പറേഷൻ ഇതിൽ നടത്തുന്നു. എന്ത് റോ ഓപ്പറേഷൻ ഇവിടെ നടത്തിയോ അതേ റോ ഓപ്പറേഷൻ ഈ മെട്രിക്സിൽ നടത്തണം. അങ്ങനെ റോ ഓപ്പറേഷൻസ് നടത്തി ഇതിനെ ഐ ആക്കി മാറ്റണം. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വരണം? 1 0 0 1 ഇവിടെ വരണം. അങ്ങനെ മാറ്റം വരുത്തുമ്പോൾ ഈ 1 0 0 1 ഇവിടെ മാറിപ്പോയി വേറെ ഏതെങ്കിലും ഒരു മെട്രിക്സ് ആയിട്ട് കിട്ടും. ആ മെട്രിക്സിനെ നമ്മൾ ബി എന്ന് വിളിക്കുക. ഈ എ അതുപോലെ തന്നെ നിലനിൽക്കുമല്ലോ. അപ്പോൾ നമ്മൾ എവിടെ എത്തിച്ചേർന്നു? ഐ ഈസ് ഈക്വൽ ടു ബി എ. എന്താണ് ഐ ഈസ് ഈക്വൽ ടു ബി എയുടെ അർത്ഥം? എ എന്ന മെട്രിക്സിൻ്റെ ഇൻവേഴ്സാണ് പി. എങ്കിൽ മാത്രമേ ഐ ഈസ് ഈക്വൽ ടു ബി എ എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ എയുടെ ഇൻവേഴ്സ് തനിയെ ഇവിടെ കിട്ടും. വാട്ട് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എ? ദാറ്റ് ഈസ് ബി. അപ്പോൾ അങ്ങനെ എലമെൻ്ററി റോ ഓപ്പറേഷൻസിൽ കൂടെ നമുക്ക് ഈ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. ഇനിയും കോളം ഓപ്പറേഷനിൽ കൂടിയാണ് ഇൻവേഴ്സ് കാണുന്നതെങ്കിൽ അവിടെ ഏതാണ്ട് നിലപാടുകളെല്ലാം സെയിം ആണ്. ഒരു ചെറിയ മാറ്റം, അതിൻ്റെ ഒരു തിരിച്ചറിവിന് വേണ്ടി നമ്മളവിടെ എ ഈസ് ഈക്വൽ ടു ഐ എ എന്നുള്ളതിന് പകരം എ ഈസ് ഈക്വൽ ടു എ ഐ എന്നെഴുതും. എ ഈസ് ഈക്വൽ ടു എ ഐ. ഇത് ശരിയാണ്. ഒരു മെട്രിക്സിനെ അതേ ഓർഡറിലുള്ള ഐ കൊണ്ട് ഗുണിച്ചാൽ എ തന്നെ കിട്ടും. ഉണ്ടോ? ഇപ്പോൾ എ ഈസ് ഈക്വൽ ടു ഐ എന്ന് പറയുന്നത് എ ഈസ് ഈക്വൽ ടു എ ഐ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്.
അപ്പോൾ കോളം ഓപ്പറേഷനിൽ കൂടെ ഇൻവേഴ്സ് കാണാനാണെങ്കിൽ എ എന്ന മെട്രിക്സിനെ എ ഇസ് ഈക്വൽ ടു എ ഐ എന്ന് പറയും. ഇനി നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇവിടെ തന്നിരിക്കുന്ന എ എഴുതണം. ഈ എ അതുപോലെ തന്നെ നിലനിൽക്കണം. ഇവിടെ ഐ എന്ന് പറയുന്നത് 1 0 0 1. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ എഴുതിയിരിക്കുന്ന എക്സാമ്പിൾ അനുസരിച്ച് അതെങ്ങനെ എഴുതാം? ഈ എയ്ക്ക് പകരം 1 4 3 2 ഇസ് ഈക്വൽ ടു ഇവിടെ എന്ത് ചെയ്യണം? എ എന്ന് തന്നെ എഴുതണം. ഇനി ഐയോ അത് 1 0 0 1. ഇനി എന്താണ് ചെയ്യേണ്ടത്? എ സീക്വൻസ് ഓഫ് കോളം ഓപ്പറേഷൻസ് ഇവിടെ നടത്തണം. ഈ മെട്രിക്സിലും നടത്തണം, ഈ മെട്രിക്സിലും ഒരേ സീക്വൻസ് ഓഫ് കോളം ഓപ്പറേഷൻസ് നടത്തി ഇവിടെ എന്ത് വരണം? ഇത് ഐ വരണം. ഐ ഈസ് ഈക്വൽ ടു എക്ക് മാറ്റമില്ലാത്തതുകൊണ്ട് എ തന്നെയാണ്. ആ കോളം ഓപ്പറേഷൻസ് ഫലമായിട്ട് ഈ മെട്രിക്സ്, അതായത് ഈ ഐ എന്നുള്ള മെട്രിക്സ് എന്തായി മാറും? വേറെ ഏതെങ്കിലും ഒരു മെട്രിക്സ് ആയിട്ട് മാറും, ബി. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു എ ബി എന്ന് കിട്ടി. ഇതിൻ്റെ അർത്ഥം എന്താണ്? എ എന്ന മെട്രിക്സിൻ്റെ ഇൻവേഴ്സാണ് ബി, എങ്കിൽ മാത്രമേ ഐ ഈസ് ഈക്വൽ ടു എ ബി എന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് രീതിയിൽ കൂടി എലമെൻ്ററി കോളം ഓപ്പറേഷനിൽ കൂടിയും എലമെൻ്ററി റോ ഓപ്പറേഷനിൽ കൂടിയും ഒരേ മെട്രിക്സിൻ്റെ തന്നെ ഇൻവേഴ്സ് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. രണ്ടും ഒരേ ഇൻവേഴ്സ് തന്നെ കിട്ടുമെന്നൊക്കെ നമുക്ക് വെരിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് ഓർഡർ 2 ആണെങ്കിലും ഓർഡർ 3 ആണെങ്കിലും ഒക്കെ ഈ രീതിയിൽ കൂടെ നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനിയും ഒരു കാര്യം നമ്മൾ ഇന്നലെ തൊട്ട് പറയുന്നുണ്ട്. ഫോർ എ സ്ക്വയർ മെട്രിക്സ് ഇഫ് ഇറ്റ്സ് ഇൻവേഴ്സ് എക്സിസ്റ്റ്, അതിൻ്റെ അർത്ഥം എന്താണ്? സ്ക്വയർ മെട്രിക്സിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുമെങ്കിൽ അതിൻ്റെ അർത്ഥം എല്ലാ സ്ക്വയർ മെട്രിക്സിനും ഇൻവേഴ്സ് ഇല്ല. അപ്പോൾ ഇൻവേഴ്സ് ഇല്ലാത്ത ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെയാണ് നമ്മൾ ഇൻവേഴ്സ് കാണാൻ ശ്രമിക്കുന്നതെങ്കിൽ ഈ രീതിയിലൊക്കെ എഴുതി, അതായത് ഒന്നുകിൽ എ ഈസ് ഈക്വൽ ടു ഐ എ എന്ന് എഴുതി, അപ്പോൾ നമ്മൾ റോ ഓപ്പറേഷൻ കൊടുക്കണം. അല്ലെങ്കിൽ എ ഈസ് ഈക്വൽ ടു എ ഐ എന്ന് എഴുതി, അപ്പോൾ നമ്മൾ കോളം ഓപ്പറേഷൻ കൊടുക്കണം. അങ്ങനെ കൊടുത്ത് വരുന്നതിൻ്റെ ഫലമായിട്ട് എവിടെയെങ്കിലും ഒരു റോ കംപ്ലീറ്റ് 0 ആവുകയോ എവിടെയെങ്കിലും ഒരു കോളം കംപ്ലീറ്റ് 0 ആവുകയോ ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ തന്നിരിക്കുന്ന മെട്രിക്സിന് ഇൻവേഴ്സ് ഇല്ല എന്നുള്ളതാണ്. നമ്മൾ പറയുന്നു ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണാൻ ഈ രീതികൾ പ്രൊസീഡ് ചെയ്ത് വരുമ്പോൾ ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുന്നതിൻ്റെ ഫലമായി ഏതെങ്കിലും ഒരു റോ കംപ്ലീറ്റ് 0 ആവുകയോ ഏതെങ്കിലും ഒരു കോളം കംപ്ലീറ്റ് 0 ആവുകയോ ചെയ്താൽ അവിടെ നമുക്ക് നിർത്തി ഒരു കാര്യം പറയാൻ സാധിക്കും, തന്നിരിക്കുന്ന മെട്രിക്സിന് ഇൻവേഴ്സ് ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ചില പ്രോബ്ലങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് കൂടുതൽ വ്യക്തമാകും. ഇനി നമുക്ക് ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ഈ രീതിയിൽ കൂടെ എങ്ങനെ കാണാമെന്ന് നോക്കുക. എ ഈസ് ഈക്വൽ ടു തന്നിരിക്കുന്ന മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു 1 2 2 -1 1 2 2 -1. നമുക്ക് എലമെൻ്ററി റോ ഓപ്പറേഷനിൽ കൂടെ ഇതിൻ്റെ ഇൻവേഴ്സ് കാണും. അപ്പോൾ മുമ്പേ പറഞ്ഞ പോലെ എങ്ങനെ എഴുതണം? എ ഈസ് ഈക്വൽ ടു ഐ എ എന്ന് എഴുതണം. ഇനി ഈ എയ്ക്ക് വരെ തന്നിരിക്കുന്ന എ എഴുതുക. തന്നിരിക്കുന്ന എ എന്താണ്? 1 2 2 -1 ഈസ് ഈക്വൽ ടു ഈ ഐക്ക് വരെ എന്തെഴുതണം? 1 0 0 1 എയ്ക്ക് വരെ എ തന്നെ എഴുതും. ഇനി നമ്മുടെ ലക്ഷ്യം എന്താണ്? ട്രാൻസ്ഫർമേഷൻ കൊടുക്കുന്നതിൻ്റെ ഫലമാണ്. നമ്മുടെ ലക്ഷ്യം ഇവിടെയാണ്. ട്രാൻസ്ഫർമേഷൻ കൊടുത്ത് ഇവിടെ ഐ വരണം ഫൈനലായിട്ട്. അതായത് ഇവിടെ വരേണ്ടത് എന്താണ്? 1 0 0 1. അപ്പോൾ അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഓൾറെഡി ഇവിടെ ഒരു 1 ഉണ്ട്. അപ്പോൾ ഈ 2 എന്നുള്ള 0 ആവണം, ഈ 2 എന്നുള്ളത് 0 ആവണം. ഇവിടെ എന്ത് വരണം? -1 എന്താവണം? അത് 0 ആയി മാറും. ആ രീതിയിൽ ട്രാൻസ്ഫർമേഷൻ കൊടുക്കും. 0 അല്ല 1 ആക്കി മാറ്റണം. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫർമേഷൻ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഈ 2നെ നമുക്ക് എങ്ങനെ 0 ആക്കാൻ നോക്കുക. അപ്പോൾ ഇത് R2-ലാണല്ലോ ഈ എലമെൻറ്റ്. അപ്പോൾ R2 ചേഞ്ചസ് ടു R2 - 2R1 എന്ന ട്രാൻസ്ഫർമേഷൻ നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെയും കൊടുക്കണം, ഇവിടെ അത് തന്നെ കൊടുക്കണം. അപ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ R1 തൽക്കാലം മാറ്റമില്ലല്ലോ, അത് 1 2 കൊടുക്കാൻ നോക്കുക. പുതിയ R2 എന്ന് പറയുന്നത് പഴയ R2-ലെ എലമെൻറ്റിൽ നിന്നും 2 ടൈംസ് ഫസ്റ്റ് റോ കുറയ്ക്കണം. അപ്പോൾ 2 - 2R1 എന്ന് 2 2 - 2 0 2 - 2 0. ഇനി ഇവിടെ എന്ത് വരും? -1 - 2 × 2 എന്ന് പറഞ്ഞാൽ -1 - 4 -1 - 4 എന്ന് പറഞ്ഞാൽ -5 ഇസ് ഈക്വൽ ടു ഇവിടെ അത് തന്നെ ട്രാൻസ്ഫോർമേഷൻ കൊടുക്കണം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് റോയ്ക്ക് മാറ്റമില്ല, 1 0 ഇവിടെ മാറ്റം വരും. R2 ചേഞ്ചസ് R2 - 2R1 എന്ന് പറഞ്ഞാൽ 0 - 2 0 - 2 ഈസ് -2. ഇവിടെ എന്ത് വരും?
1 മൈനസ് 2 ഇൻറ്റു 0 0. അപ്പോൾ 1 മൈനസ് 0 1 ഇൻറ്റു എ. അപ്പം ഇവിടെ 0 കിട്ടി. ഇനി നമുക്ക് നമ്മുടെ ലക്ഷ്യം 1 0 0 1 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ 1 കൊണ്ടുവരുന്നു. ഇവിടെ 1 കൊണ്ടുവരാൻ ഈ -5 1 ആയി മാറണം. അതിന് നമ്മൾ ഈ സെക്കൻഡ് റോയെ -5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അല്ലെങ്കിൽ R2 ചേഞ്ചസ് ടു -1/5 R2. ഇതൊക്കെ എന്തെങ്കിലും നമ്മൾ പഠിച്ചൊരു ഓപ്പറേഷനാണ്. അപ്പോൾ എന്ത് വരും? 1 2 0 അല്ലെങ്കിൽ -1/5 കൊണ്ട് ഇതിനെ ഗുണിക്കുന്നു. 0 എന്തുകൊണ്ട് ഗുണിച്ചാൽ 0 ആണല്ലോ. ഇതിനെ ഗുണിക്കുമ്പോൾ എന്ത് വരും? അവിടെ 1 തന്നെ വരും. ഉണ്ടോ? ഇസ് ഈക്വൽ ടു, ഇവിടെയും ട്രാൻസ്ഫോർമേഷൻ കൊടുക്കണം. 1 0. ഇനി ഇവിടെ എന്ത് വരും? -1/5 കൊണ്ട് ഗുണിക്കുമ്പോൾ അത് -2 ഇൻറ്റു -1/5 എന്ന് പറയുമ്പോൾ അത് 2/5 ആയി മാറും. 2/5 ഇതെന്തായി മാറും? -1/5 ആയി മാറും ഇൻറ്റു എ. അപ്പോൾ നമ്മുടെ ലക്ഷ്യം 1 0 0 1. ഇത് 0 ആക്കണം. ഈ 2 എന്നുള്ള 0 ആകണം. 2 എന്നുള്ള 0 ആക്കണമെങ്കിൽ 2ൽ നിന്ന് 2 കുറയ്ക്കണം. അതിന് എന്ത് ട്രാൻസ്ഫോർമേഷൻ കൊടുക്കണം? R1 ചേഞ്ചസ് ടു R1 മൈനസ് 2 R2 എന്ന ട്രാൻസ്ഫോർമേഷൻ കൊടുക്കും. അപ്പോൾ പുതിയ R1 എന്താണ്? പുതിയ R1 എന്ന് പറഞ്ഞാൽ പഴയ R1ൽ നിന്ന് 2 ടൈംസ് R2 എലമെൻറ്റ് കുറയ്ക്കണം. അപ്പോൾ 1 മൈനസ് 0 1 മാറ്റമില്ലല്ലോ. ഇനി അടുത്ത് 2 മൈനസ് 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2 മൈനസ് 2 0. R2ന് ചേഞ്ച് ഇല്ല. ഇസ് ഈക്വൽ ടു, ഇവിടെ അതേ ട്രാൻസ്ഫോർമേഷൻ കൊടുക്കണം. അപ്പോൾ എന്ത് വരും? 1 മൈനസ് 2 ഇൻറ്റു 2/5 എന്ന് പറഞ്ഞാൽ 1 മൈനസ് 4/5. 1 മൈനസ് 4/5 എന്ന് പറഞ്ഞാൽ 1/5. അടുത്ത് 0 മൈനസ് 2 ഇൻറ്റു -1/5 എന്ന് പറഞ്ഞാൽ അത് 2/5 എന്ന് വരും. R2ന് ചേഞ്ച് ഇല്ല. 2/5 മൈനസ് 1/5. അപ്പോൾ ഇങ്ങനെയാണ് ഇൻറ്റു എ. 0 മൈനസ് 2 ഇൻറ്റു -1. ഓക്കെ, ഇറ്റ് ഈസ് 2/5. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇപ്പോൾ നോക്കുക, ഇവിടെ എന്ത് കിട്ടി? I. ദിസ് ഈസ് I അല്ലേ? I ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? 1/5 2/5 2/5 മൈനസ് 1 എന്താണ്? I ഈസ് ഈക്വൽ ടു സം മെട്രിക്സ് ഇൻറ്റു എ. ഇനിയും കോളം ട്രാൻസ്ഫോർമേഷനിൽ കൂടെ എങ്ങനെയാണ് ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നമുക്കൊരു ഉദാഹരണത്തിൽ കൂടെ നോക്കാം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, റോ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ എ എന്ന സ്ക്വയർ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണാൻ എ ഈസ് ഈക്വൽ ടു IA എന്ന് എഴുതി ട്രാൻസ്ഫോർമേഷൻ നടത്തി ലെഫ്റ്റ് സൈഡിൽ I കിട്ടണം, റൈറ്റ് സൈഡിൽ അത് BA ഫോമിലാകുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അവിടെ B എന്നുള്ളത് എയുടെ ഇൻവേഴ്സാണ്. അത് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ കൂടെ കണ്ടു. ഇനി കോളം ട്രാൻസ്ഫോർമേഷനിൽ കൂടെ എങ്ങനെ ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് അതുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അപ്പോൾ അവിടെയും എ ഈസ് ഈക്വൽ ടു, അവിടെ ഒരു ചെറിയ ചേഞ്ച് വരും. IA എന്നല്ല എഴുതുക, പകരം AI എന്ന് എഴുതുക. ഒരു മാറ്റത്തിന് വേണ്ടി അങ്ങനെ എഴുതുന്നു എന്ന് മാത്രമേ ഉള്ളൂ കോളം ട്രാൻസ്ഫോർമേഷന് വേണ്ടി. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ രീതി ഉപയോഗിച്ച് ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എങ്ങനെ നമുക്ക് കോളം ട്രാൻസ്ഫോർമേഷനിൽ കാണാം. ഉദാഹരണത്തിന് A ഈസ് ഈക്വൽ ടു മെട്രിക്സ് 3 1 5 2 3 1 5 2. ഇതിൻ്റെ ഇൻവേഴ്സാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? A ഈസ് ഈക്വൽ ടു AI ഓൾറെഡി എഴുതി. അപ്പോൾ ഈ എയുടെ സ്ഥാനത്ത് യഥാർത്ഥ A എന്ന് പറയുന്നത് 3 1 5 2 ഈസ് ഈക്വൽ ടു A. ഈ A തന്നെ എഴുതും. Iക്ക് പകരം നമ്മൾ എന്തെഴുതും? 1 0 0 1. ഇനി നമ്മൾ ട്രാൻസ്ഫോർമേഷൻ കൊടുക്കണം. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ കൊടുത്ത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എത്തേണ്ടത് എന്തിലാണ്? 1 0 0 1ൽ എത്തണം. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന ട്രാൻസ്ഫോർമേഷൻ ഈ മെട്രിക്സിനും ബാധകമാണ്. നമ്മൾ റോയുടെ കേസിൽ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഈ 3യുടെ സ്ഥാനത്ത് എന്താണ് വരേണ്ടത്? 1 ആണ് വരേണ്ടത്. അപ്പോൾ കോളത്തിലാണ് ട്രാൻസ്ഫോർമേഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ C1 ചേഞ്ചസ് ടു C1 മൈനസ് 2C2 എന്ന ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുക. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം നോക്കണം, ഈ 3യുടെ സ്ഥാനത്ത് 1 വരണം. അപ്പം ഈ ഫസ്റ്റ് കോളമാണ് മാറേണ്ടത്. അപ്പോൾ C1ൽ നിന്നും 2C2 കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ 3 മൈനസ് 2.
ഇപ്പോൾ 3 - 2 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1. അടുത്ത് 5 - 2 × 2. 5 - 2 × 2. 2 × 2 4. 5 - 4 1. സെക്കൻഡ് കോളത്തിന് ചേഞ്ച് ഇല്ല. 1 2 ഇതതുപോലെ എഴുതി. ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഇതേ ട്രാൻസ്ഫർമേഷൻ ഇവിടെയും കൊടുക്കണം. 1 - 2 × 0. 0 അപ്പോൾ 1 വരും. 0 - 2 × 1. 0 - 2 - 2. അടുത്ത കോളത്തിന് ട്രാൻസ്ഫർമേഷൻ ഇല്ല, അത് അങ്ങനെ തന്നെ എഴുതി. നമ്മുടെ ലക്ഷ്യം 1 0 0 1. അപ്പോൾ എങ്ങനെയാണ് നമുക്കിവിടെ 0 കൊണ്ടിരുന്നത്, ഇവിടെ 0 കൊണ്ടിരുന്നത്, ഈ 1ൻ്റെ അവിടെ 0 ഉണ്ട്. അപ്പോൾ അതിന് C2 ചേഞ്ചസ് ടു C2 - C1 എടുക്കും. C2 ചേഞ്ചസ് ടു C2 - C1. അപ്പോൾ C1 മാറ്റമില്ല, 1 1 അതുപോലെ എഴുതി. C2 പുതിയ C2 എന്ന് പറയുന്നത് പഴയ C2ൽ നിന്ന് C1 കുറയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ 1 - 1 അത് 0 ആയി. 2 - 1 അത് 1 ആയി മാറി. ഇതേ കാര്യം ഇവിടെ സംഭവിക്കണം. എ ഇൻറ്റു C1ന് ചേഞ്ച് ഇല്ല, 1 - 2. C2 ചേഞ്ചസ് ടു C2 - C1. 0 - 1 -1. 1 - 2 അപ്പോൾ അത് +2 ആയി മാറും. ഈ 1 0 0 1 ആണ് നമുക്ക് വരേണ്ടത്. അപ്പോൾ ഇവിടെ 0 വരണം. അപ്പോൾ അതിന് C1 ചേഞ്ചസ് ടു C1 - C2 എടുക്കും. അപ്പോൾ C1ൽ നിന്ന് C2 കുറയ്ക്കുക. 1 - 0 അത് 1 തന്നെയാണ്. 1 - 1 1 - 1 0 ആണ്. C2ന് ചേഞ്ച് ഇല്ല. ഈക്വൽ ടു എ ഇൻറ്റു ഇതേ ട്രാൻസ്ഫർമേഷൻ ഇവിടെ കൊടുക്കുക. C1 ചേഞ്ചസ് ടു C1 - C2. 1 - -1 അപ്പോൾ 2 ആയി. -2 -2 -2 -2 എന്ന് പറഞ്ഞാൽ -4. അടുത്ത ഞാൻ ചേഞ്ച് ഇല്ല, -1 2. അപ്പോൾ നോക്കുക, ലെഫ്റ്റ് സൈഡിൽ നമുക്ക് 1 0 0 1 കിട്ടി, അത് I ആണ്. സോ I ഇസ് ഈക്വൽ ടു എ ഇൻറ്റു മെട്രിക്സ് 2 - 1 -4 2. ഇതിൻ്റെ അർത്ഥം എന്താണ്? ദിസ് ഈസ് ഓഫ് ദ ഫോം I ഇസ് ഈക്വൽ ടു എ ബി, വേർ ബി ഈസ് ദിസ് മെട്രിക്സ് ആൻഡ് ദാറ്റ് മെട്രിക്സ് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എ. ഈ രീതിയിൽ നമുക്ക് കോളം ട്രാൻസ്ഫോർമേഷനിൽ കൂടെ ഒരു മെട്രിക്സ് സ്ക്വയർ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇത്രയും ടോപ്പിക്സാണ് പ്രധാനമായിട്ട് നമ്മുടെ ഈ മെട്രിക്സസ് എന്നുള്ള ചാപ്റ്ററിലുള്ളത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ഒക്കെയാണ്. ചില കൺസെപ്റ്റുകൾ മെട്രിക്സസിനെ സംബന്ധിച്ച് ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. നമുക്കെല്ലാം അറിയാം, നമ്മളെല്ലാം പഠിച്ചു വെച്ചിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയാണ് A+B² ഈസ് ഈക്വൽ ടു A² + 2AB + B². ഈ വസ്തുത ഒരു മെട്രിക്സിനെ സംബന്ധിച്ച് ശരിയാണോ എന്നൊന്ന് പരിശോധിക്കണം. അപ്പോൾ എ എന്നും ബി എന്നും പറയുന്നത് രണ്ട് മെട്രിക്സസാണ്. രണ്ട് മെട്രിക്സസ് ആണെന്നല്ല, മെട്രിക്സസ് ഓഫ് ദ സെയിം ഓർഡർ. കാരണം A+B എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എയും ബിയും സെയിം ഓർഡറിൽ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ഉള്ള മെട്രിക്സ്, അതുപോലെ തന്നെ AB എക്സിസ്റ്റ് ചെയ്യണം, ആ രീതിയിലുള്ള മെട്രിക്സസ് ആയിരിക്കണം. A+B എക്സിസ്റ്റ് ചെയ്യണം, AB എക്സിസ്റ്റ് ചെയ്യണം. അപ്പം അത് സ്ക്വയർ മെട്രിക്സസ് ആയി എടുത്താൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടും. A+B സ്ക്വയർ മെട്രിക്സസ് ഓഫ് ദി സെയിം ഓർഡർ ആണെങ്കിൽ A+B ഉണ്ടാവും, ABയും എക്സിസ്റ്റ് ചെയ്യും. A² കാണാം, B² കാണാം, ഇവിടെ യാതൊരു പ്രശ്നവും ഇല്ല. അങ്ങനെയെങ്കിൽ മെട്രിക്സസിൻ്റെ കേസിൽ ഇത് ശരിയാണോ എന്ന് ഒന്ന് പരിശോധിക്കണം. അത് നിങ്ങൾക്ക് ആലോചിച്ച് എഴുതാവുന്നതാണ്. A+B² എന്ന് പറഞ്ഞാൽ A+B × A+B എന്നാണ്. അത് എക്സ്പാൻഡ് ചെയ്താൽ എന്താ കിട്ടുക? A² + AB + BA + B². ഇതാണ് 2AB ആക്കി നമ്മൾ എഴുതുന്നത്. ഇതെപ്പോഴും 2AB ആവുമോ? AB + BA 2AB ആകണമെങ്കിൽ ABയും BAയും ഈക്വൽ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കതിനെ 2AB എന്ന് എഴുതാൻ പറ്റുകയുള്ളൂ. നമ്മൾ മെട്രിക്സിനകത്ത് പഠിച്ചു കഴിഞ്ഞു, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് ജനറലി കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ എല്ലാ കേസിലും AB = BA ആവത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ എഴുതാൻ സാധിക്കുമോ? AB = BA ആണെങ്കിൽ മാത്രമേ ഇങ്ങനെ എഴുതാൻ സാധിക്കത്തുള്ളൂ. ഇത് നമ്മൾ ആൾജിബ്രൈക്കായിട്ട് നോക്കുമ്പോൾ ഇത് കറക്റ്റാണ്. ആൾജിബ്രൈക്കായിട്ട് എയും ബിയും എടുത്താൽ ശരിയാണ്. പക്ഷേ ഇത് മെട്രിക്സസ് ആണ്, അതുകൊണ്ട് ഇത് നടക്കത്തില്ല. അപ്പോൾ നിങ്ങൾ രണ്ട് എക്സാമ്പിൾ എടുത്തിട്ട് ഇത് ശരിയാണെന്നൊന്ന് വെരിഫൈ ചെയ്യണം. A+B² =
എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എല്ലാ മെട്രിസസിൻ്റെ കേസിലും ശരിയാണ്. ഇത് ശരിയാവുന്ന കേസുണ്ട്. എ ബി ഈക്വൽ ടു ബി ആവുന്ന മെട്രിക്സിൻ്റെ കേസിൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ദിസ് 2 ആണ്. പക്ഷേ അതുകൊണ്ട് ജനറലി നമുക്ക് പറയാൻ സാധിക്കും. നിങ്ങൾ സ്വയമേ രണ്ട് സ്ക്വയർ മെട്രിക്സസ് ഓഫ് ദി സെയിം ഓർഡർ എടുത്ത് ഇത് ശരിയാണെന്ന് വെരിഫൈ ചെയ്യും. അതുപോലെ തന്നെ വേറൊരു റിസൾട്ടാണ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു നിങ്ങൾക്കെല്ലാം അറിയാം എ സ്ക്വയർഡ് മൈനസ് ബി സ്ക്വയർ. ഇതും ഈ കേസ് ശരിയാണെന്ന് നോക്കുക. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എക്സ്പാൻഡ് ചെയ്താൽ എന്താ വരിക? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എക്സ്പാൻഡ് ചെയ്താൽ അത് എ സ്ക്വയർഡ് മൈനസ് എ ബി പ്ലസ് ബി എ മൈനസ് ബി സ്ക്വയർ. ഇതിനകത്ത് ഈ മൈനസ് എ ബിയും പ്ലസ് ബി എയും സെയിം ആണെങ്കിലേ അത് ക്യാൻസലായി പോവുള്ളൂ. അങ്ങനെ ആൾജിബ്രൈക് കേസിലാണെങ്കിൽ അത് ക്യാൻസലായി പോയിട്ടാണ് നമ്മൾ എ സ്ക്വയർഡ് മൈനസ് ബി സ്ക്വയർ എടുക്കുന്നത്. അപ്പോൾ മെട്രിക്സിൻ്റെ കേസിൽ ഇത് ക്യാൻസലേഷൻ നടക്കുമോ? എ ബിയും മൈനസ് എ ബിയും ഒരേ മെട്രിക്സ് ആയിരിക്കണം, വിത്ത് ഡിഫറൻറ്റ് സൈനാണ്, തീർച്ചയായിട്ടും ക്യാൻസലായി പോകും. അല്ലാത്ത കേസിൽ ഇതൊരിക്കലും ക്യാൻസലായി പോവുകയില്ല. അപ്പോൾ അതിന് നിങ്ങൾ എക്സാമ്പിൾ എടുത്ത് നോക്കണം. അതായത് എ പ്ലസ് ബി എക്സിസ്റ്റ് ചെയ്യുന്ന മെട്രിക്സ് ആയിരിക്കണം, എ മൈനസ് ബി എക്സിസ്റ്റ് ചെയ്യുന്ന മെട്രിക്സ് ആയിരിക്കണം, എ സ്ക്വയർഡ് ബി സ്ക്വയർഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം രണ്ട് സൈഡും എടുത്ത് ഇത് ശരിയാണെന്ന് നോക്കണം. ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണ്? എ പ്ലസ് ബി കാണുക, അതിനെ സ്ക്വയർ ചെയ്യുക, ഇത് ഓരോന്നും കണ്ടുപിടിച്ച് ആഡ് ചെയ്യുക. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഈക്വൽ ടു റൈറ്റ് സൈഡാണ് നോക്കുക. ഇതും അതുപോലെ തന്നെ എ പ്ലസ് ബി കാണുക, എ മൈനസ് ബി കാണുക, അപ്പോൾ തമ്മിൽ ഗുണിക്കുക. ആ ഗുണിച്ച് കിട്ടുന്നത് എ സ്ക്വയർഡ് മൈനസ് ബി സ്ക്വയറിന് തുല്യമാണ്. അപ്പോൾ എ സ്ക്വയർഡ് എന്നൊക്കെ പറയാൻ നിങ്ങൾക്കറിയാം, എ സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എ തന്നെയാണ്. രണ്ട് മെട്രിക്സസ് രണ്ടും ഗുണിക്കുക എന്നുള്ളതാണ്. ബി സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ ബി ഇൻറ്റു ആ രീതിയിൽ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. ഞാനൊരു അസൈൻമെൻറ്റായിട്ട് അത് നിങ്ങൾക്ക് തരികയാണ്. അത് നമുക്ക് പിന്നീട് മാർഗ്ഗനിർദ്ദേശങ്ങൾ തന്നുകൊള്ളാം. ഇനിയും ഇതിനകത്ത് ധാരാളം പ്രോബ്ലംസ് പുസ്തകത്തിനകത്തുണ്ട്. പുസ്തകത്തിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് അതിനകത്ത് കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്യുക. അത്യാവശ്യം നിങ്ങൾ ചെയ്യേണ്ട പ്രോബ്ലംസൊക്കെ ഇതിന് പുറകെ ഞാൻ അയച്ചു തന്നുകൊള്ളാം. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ച പ്രധാന കാര്യങ്ങൾ എല്ലാം ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. ആദ്യം നമ്മൾ മെട്രിക്സ് എന്താണെന്ന് കണ്ടു, അതിൻ്റെ ഡെഫിനിഷൻ കണ്ടു. അതിനുശേഷം ടൈപ്സ് ഓഫ് മെട്രിക്സസ് കണ്ടു, പ്രത്യേകിച്ച് പേരുകൾ എടുത്തു പറയുന്ന മെട്രിക്സ്. അത് പൊതുവായിട്ട് റെക്റ്റാങ്കുലർ മെട്രിക്സ് എന്നും സ്ക്വയർ മെട്രിക്സ് എന്നും പറയപ്പെടുന്നു. അതിൽ സ്ക്വയർ മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്തെല്ലാമാണ്, അതിനുശേഷം മെട്രിക്സിൻ്റെ അഡീഷൻ എങ്ങനെ നടക്കും, ഓർഡർ സെയിം ആയിരിക്കണം. അതിനുശേഷം അതിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു. അതിനുശേഷം നമ്മൾ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സസ് പഠിച്ചു. അങ്ങനെ ചാപ്റ്റർ ഒത്തിരിയേറെ പുരോഗമിച്ചു. ഇനി നമ്മൾ അതിനിടയ്ക്ക് നമ്മൾ ഒരു ജനറൽ എലമെൻറ്റ് കിട്ടുകയാണെങ്കിൽ, ഒരു ഓർഡറും കിട്ടുകയാണെങ്കിൽ എങ്ങനെ മെട്രിക്സസ് ഉണ്ടാക്കാമെന്ന് കണ്ടു. അതിനുശേഷം നമ്മൾ സ്ക്വയർ മെട്രിക്സിനെ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ പ്രോഡക്റ്റായിട്ട് എഴുതാമെന്ന് കണ്ടു, ട്രാൻസ്പോസസ് ഓഫ് എ മെട്രിക്സ്. പിന്നീട് പ്രധാനമായിട്ടും നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്. എല്ലാ സ്ക്വയർ മെട്രിക്സിനും ഇൻവേഴ്സ് ഇല്ല, ഉണ്ടെങ്കിൽ തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ഓർഡറിൽ തന്നെയുള്ള സ്ക്വയർ മെട്രിക്സ് ആണ് അതിൻ്റെ ഇൻവേഴ്സ് എന്ന് കണ്ടു. ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എലമെൻ്ററി ഓപ്പറേഷൻസിനെ നമുക്ക് എങ്ങനെ ആശ്രയിക്കാം എന്ന് കണ്ടു. അങ്ങനെ ധാരാളം പ്രോപ്പർട്ടീസ്, ഏതാനും തിയറങ്ങൾ ഒക്കെ തന്നിട്ടുണ്ട്. വളരെ സിമ്പിളായൊരു ചാപ്റ്ററാണ്. കുറച്ച് ശ്രദ്ധ വയ്ക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ശരിയാക്കാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. പരീക്ഷയ്ക്ക് ഒരു 5-8 മാർക്കിന്, പബ്ലിക് പരീക്ഷയ്ക്ക് കുറഞ്ഞത് 8 മാർക്കിനെങ്കിലും ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഉണ്ടാവും. അപ്പോൾ തന്ന കാര്യങ്ങളൊക്കെ വളരെ കാര്യക്ഷമമായി നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുകയും പ്രോബ്ലങ്ങളൊക്കെ ചെയ്യുകയും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ സംശയം ഗ്രൂപ്പിലിടുകയോ വിളിച്ച് ചോദിക്കുകയോ ഒക്കെ ചെയ്ത് ഇത് ക്ലിയർ ചെയ്യണം. പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകുന്ന പോലെ തന്നെ നിങ്ങൾ ഇതിൻ്റെ നോട്ട്സൊക്കെ തയ്യാറാക്കി എഴുതണം. സ്കൂളിൽ വരുമ്പോൾ ഇതിൻ്റെ ആവർത്തനം മാത്രമേ ഇടയ്ക്ക് സമയത്ത് ഉണ്ടാവുകയുള്ളൂ എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു.